നാടകം എന്ന് വെച്ചാൽ എ ക്ലാസ് നാടക ലെവലിൽ ചെയ്തു വെച്ചിരിക്കുകയാണ്. യഷിന്റെ 4 വർഷത്തെ ഡെഡിക്കേഷൻ വെള്ളത്തി വരച്ച വര പോലാക്കി കൊടുത്ത് പുള്ളിക്കാരന്റെ ഏറ്റവും വലിയ ഡൗൺഫോൾ ആയിരിക്കും ഈ പടം എന്ന് തന്നെ തോന്നുന്നു. ഇത് ടോക്സിക് ടോർച്ചർ എന്ന് പറയാൻ ഒരു മോശം പടം ഇത്രയും വേസ്റ്റ് ആയിട്ട് എടുക്കുക. അതായത് ലൈഫ് ടൈമിൽ ഇത്രയും ഒരു വേസ്റ്റ് പടം ജീവിതത്തിൽ കണ്ടിട്ടില്ല. സീൻ ബൈ സീൻ എങ്ങനെ പ്ലക്ക എന്ന് ഹോളിവുഡ് ലെവലിൽ ചേച്ചി തെളിയിച്ച്. കാരണം അച്ഛന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന പറഞ്ഞത് അച്ഛൻ എങ്ങനെ പ്ലക്കണമെന്ന് കാണാൻ വേണ്ടി കൊണ്ടുവച്ച പടം എന്ന് പറഞ്ഞു. ഓരോ അത് വരുന്നു പ്ലക്കുന്നു പോകുന്നു, വരുന്നു പ്ലക്കുന്നു പോകുന്നു. 3.5 മണിക്കൂർ ഇതാണ് ഈ പടം മൊത്തം. വേസ്റ്റ് പടം വെച്ചാൽ അൾട്ടിമേറ്റ് മുമ്പിയ പടം. വേസ്റ്റ് കരിയറിൽ ഇത്രയും മോശം പടം കണ്ടു തീർന്നപ്പോൾ ജീവനോട് ഉണ്ടാകാൻ തോന്നിപ്പോയി. കാരണം ഗീതു ചേച്ചിക്ക് ഭ്രാന്തി യാഷിന്റെ അടുത്തുള്ള സ്നേഹം കൂടെ ഇല്ലാതായിപ്പോയി. അൾട്ടിമേറ്റ് വേസ്റ്റ് പടം. ടോക്സിക് ഈസിക്കൽ ടു മലയാളത്തിൽ പറഞ്ഞാൽ പച്ച അപരാധം. ഒരുമാതിരി പണിയായിപ്പോയി. തിരുവോണമായിട്ട് മുൻസി അല്ല, രാവിലെ സമയമൊക്കെ കളഞ്ഞു വന്നിട്ട് 100% സമയവും പോയി, ഉറക്കവും പോയി. മൊത്തത്തിൽ വളരെ മോശം എക്സിക്യൂഷൻ, മോശം കഥ, മോശം തിരക്കഥ, മോശം അഭിനയം, എല്ലാം കൊണ്ടും ഒരു മോശം ഇതാണ്. എന്തിനാണ് അവർ ഇത്രയും കോടികളൊക്കെ മുടക്കിയിട്ട് യാഷിനെ പോലുള്ള ഒരു നടൻ 4 വർഷത്തോളം സമയമാണ് എല്ലാത്തിനും കൂടെ. ഇതിന്റെ പ്രീ പ്രൊഡക്ഷൻ സമയം അല്ല, അദ്ദേഹത്തിന്റെ അവസാനം ഇറങ്ങിയ സിനിമ ഇപ്പൊ നിങ്ങൾ 4 വർഷം എത്രയും സമയം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ല തിരക്കഥകളിൽ പോയിട്ട് അദ്ദേഹത്തിന് പോയി അഭിനയിക്കാമായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നി. കാരണം വളരെ മോശം. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. കാട്ടവരാതെ എക്സ്പെക്ട് ചെയ്തവർക്ക് വലിയ പ്രശ്നമില്ല. അപ്പം വളരെ മോശമായിരുന്നു. ഈ 3.25 മണിക്കൂർ സിനിമയില് ഇത്രത്തോളം ആക്ഷൻ ഉണ്ടായിട്ടും ഒരു ഹൈ മൊമെന്റ്സ് കൂടെ തന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഒരു നാടകം. ഇപ്പം സന്തോഷ് പണ്ഡിത്തിന്റെ ഡയലോഗ് ഉണ്ടല്ലോ, തീപ്പെട്ടി വരച്ച തീ വരച്ച തീപ്പെട്ടി കിട്ടും. ആ സെറ്റപ്പ് ഉള്ള ഡയലോഗ് പ്രസന്റേഷൻ. ഡയലോഗ് എഴുതിയവനെ കയ്യിൽ കിട്ടണം. എന്റെ അപ്പോ ഇങ്ങനെയൊക്കെ ഡയലോഗ് എഴുതി വെക്കോ. തൊലച്ചത് മലയാള ഡബിംഗ് ആണ്. മലയാളം ഡബ് ചെയ്തതാണ് ഈ സിനിമയെ തൊലച്ചളഞ്ഞത്. പിന്നെ ഇത് മോഹൻദാസിന്റെ പണ്ണൻ എന്ന് പറയുന്നത് കിടിലൻ പീസലാണ് ഇതിൽ ഇറക്കിയിരിക്കുന്നത്. എന്തൊരു നടിമാരുടെ എന്തൊരു അഴകട കാണാൻ വേണ്ടി. ഒരു കാര്യം പറയാം, ഇന്നും പീസൽ ഇറക്കുകയും ചെയ്ത് അതുപോലെ തന്നെ പടം കാണാൻ പ്രത്യേക ശ്രദ്ധയ്ക്ക് 5 ചട്ടിയെങ്കിലും ഇട്ടുകൊണ്ട് വരണം. അല്ലാതെ ഈ പടം കാണാൻ ടോക്സിക് എന്നുള്ളത് പിന്നാരെ തുമ്പിയെന്ന് മാത്രം ഇട്ടാൽ മതി കാര്യം. സമയം ക്ഷമയും പിന്നെ യാഷിനെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കാണാം. അല്ലാതെ വേറെ ഒന്നുമില്ല. ഡബിങ് ആണ് ഏറ്റവും ശോകം. എനിക്ക് തോന്നുന്നു കന്നഡ ആയിരുന്നെങ്കിൽ ഇത്രയും ക്രിഞ്ചടിക്കൂല. അല്ലാതെ വേറെ ഒന്നുമില്ല. ഭയങ്കര പോസ്റ്റ് ആയിരുന്നു പടം. നമുക്ക് ഈ മലം കെട്ട് പടങ്ങളാണെങ്കിൽ നമുക്ക് കണ്ട് രസിച്ചൊക്കെ ഇരിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ യാഷിനെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു പടം പ്രതീക്ഷിച്ച് വരാൻ പറ്റത്തില്ല. പക്ഷെ ഇത് മലം കെട്ടല്ല, നമുക്ക് സഹിച്ച് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയെന്ന് പറയും. ഒട്ടും സഹിച്ച് കണ്ടിരിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ ഞാൻ ഇല്ല, ക്ലൈമാക്സ് കാണുന്നതിന് മുമ്പേ ഇറങ്ങി വന്നു. ഇനി വരുന്ന ആൾക്കാരോടെല്ലാം ചോദിക്കാം ക്ലൈമാക്സിൽ എന്തോ സംഭവിച്ചു. എനിക്കിഷ്ടപ്പെട്ടു. എന്റെ മൈൻഡിലുള്ള കൺസെപ്റ്റ് ഞാൻ ഇപ്പം ഗീതു മോഹൻദാസ് എങ്ങനെയുള്ള ക്യാരക്ടർ ആയിക്കോട്ടെ.